പിതാവ് ഇപ്പം 36ാമത്തെ ജനറൽ ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ പിതാവിന് ഈ മീറ്റിങ്ങിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷമുണ്ട്. ഭാരതത്തിലെ എല്ലാ കത്തോലിക്ക മെത്രാന്മാരും ഒന്നിച്ച് ഇവിടെ വരുമ്പോൾ നമ്മൾ പൊതുവെ എല്ലാവരെയും അതാത് റീജിയനുകളിൽ ഒന്നിച്ച് കാണുന്നു എന്നുള്ളത് നിലനിൽക്കെ തന്നെ ഇവിടെ ഒന്നിച്ച് എല്ലാവരും കൂടെ വരുന്നു എന്നുള്ളത് ആ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തും. പിന്നെ സഭയുടെ പൊതുവായിട്ടുള്ള ഭാരതത്തിലെ നമ്മുടെ ഇന്നത്തെ അവസ്ഥകളെക്കുറിച്ച് ഷെയർ ചെയ്യുമ്പോൾ അതെല്ലാവർക്കും മനസ്സിലാകും. ആ രീതിയിൽ ഒത്തിരി നന്മയുടെ ഒരു ചൈതന്യം അതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പിതാവ് ഇപ്പോൾ പിന്നെ അധികം സംസാരിക്കപ്പെടുന്ന ഒരു വിഷയമാണല്ലോ മണിപ്പൂർ ഇഷ്യൂ. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ചർച്ച ഉണ്ടായി എന്നുള്ളത് കേട്ടിരുന്നു. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും കർത്താവിൻ്റെ ഭൗതിക ശരീരത്തിലെ അംഗങ്ങളാണ് സഭയെന്ന് പറയുമ്പോൾ. പിന്നെ ഭാരതത്തിലെ എല്ലാ വ്യക്തികളും ലോകത്തിലെ എല്ലാ വ്യക്തികളും നമ്മളെല്ലാവരും പരസ്പരം മാനവിക തലത്തിൽ ബന്ധപ്പെട്ടവരാണ്. അതിലുപരി ക്രിസ്ത്യാനികളെന്ന നിലയിൽ നമ്മൾ പരസ്പരം ബന്ധപ്പെട്ടവരാണ്. അത് അവിടെ ഏത് സഭയെന്നുള്ളതല്ല, ആരായാലും അനാവശ്യമായിട്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ അവർക്ക് ലഭിക്കേണ്ട അർഹത ലഭിക്കാതെ മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്ന രീതിയിലൊക്കെ ഇടപെടുമ്പോൾ അതൊക്കെ നമുക്ക് വേദനയുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കാവുന്നേ ഉള്ളൂ. വ്യക്തി താല്പര്യങ്ങളും സ്വാർത്ഥതയൊക്കെ കൂടി വരുമ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അത് ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവർ നന്മയിലേക്ക് വരാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ശത്രുക്കളെ സ്നേഹിക്കാനാണല്ലോ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ചിന്തകളൊക്കെ ഞങ്ങൾ പരസ്പരം എല്ലാവരും ഷെയർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ നന്മ നമ്മൾ പ്രതീക്ഷിക്കുന്നു. വി ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. പിതാവ്, പിന്നെ മൈനോറിറ്റി, നമ്മൾ ക്രിസ്ത്യാനി ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആണല്ലോ. അപ്പോൾ ഇപ്പം സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും കേരളത്തിൽ ഭയങ്കര സപ്പോർട്ടീവാണ്. പക്ഷെ വേറെ സ്റ്റേറ്റ്, നോർത്തിലോട്ടോ ഇല്ലേ സൗത്തിലെ തന്നെ വേറെ സ്റ്റേറ്റ്സിലോട്ട് വരുമ്പോൾ ഇപ്പം കർണാടകയിൽ തന്നെ ആന്റി കൺവേർഷൻ ബിൽ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും? ഈ ആന്റി കൺവേർഷൻ ബില്ലെന്ന് പറയുന്നത് കൺവേർഷൻ, മാനസാന്തരം, അതിനെ ആർക്കും തടയാൻ പറ്റത്തില്ലല്ലോ. ആ രീതിയിൽ ഒരു മതത്തിൽ നിന്ന് വേറൊരു മതത്തിലോട്ട് നിർബന്ധിച്ച് മാറ്റുക എന്ന് പറയുന്നതിനെ ഒരിക്കലും കത്തോലിക്ക സഭയോ ആരും അംഗീകരിക്കുന്നില്ല. നമ്മളങ്ങനെ ചെയ്യുന്നുമില്ല. പിന്നെ സുവിശേഷം കേട്ട് ഒരു ഗുഡ് ന്യൂസായിട്ട്, സുവാർത്തയായിട്ട് അതിനെ ഏറ്റെടുക്കുന്ന ആൾക്കാർ ഒത്തിരിയുണ്ട്. അതിനാരും എതിർത്താലും അതിനെ തടയാൻ പറ്റത്തില്ല. ആ രീതിയിൽ എടുക്കുന്നതിന് എതിരെയാണോ ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്, അതോ അവർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇതൊരു തെറ്റിദ്ധാരണയുടെ പേരില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ക്രിസ്ത്യാനികളാക്കുന്നു. ഒരിക്കലും അങ്ങനല്ല. അത് കേട്ട വചനം വിശ്വസിച്ച് ആ രീതി വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അത് ഭരണഘടനയിൽ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് അല്ലാതെ കണ്ട് വേറൊന്നുമില്ല. ഇവിടെ നിയമം ഉണ്ടാക്കിയാലും ഞങ്ങൾക്കൊന്നും അങ്ങനെ ഒരു വിഷമങ്ങളൊന്നും ഇതുവരെ വലിയ സീരിയസ് ആയിട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ ചില കാര്യങ്ങൾ ഗവൺമെൻറ് അല്ല, ചില ലോക്കൽ നേതാക്കന്മാരൊക്കെ കുറച്ചൊക്കെ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കുന്നു എന്നുള്ളത് കേൾക്കുന്നുണ്ട്. അതൊന്നും തീർച്ചയായിട്ടും കർത്താവിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആർക്കും അതൊരു പിന്നോക്കം പോകുന്ന ഒരു വസ്തുതയല്ല.